ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു ഡെയിലി വ്ളോഗ്. അത് തിരുവോണത്തിൻ്റെ ദിവസമായിരുന്നു. സൺഡേ എനിക്ക് ഓഫാണ് യൂഷ്വലി. അപ്പം അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. ഓഫും തിരുവോണത്തിൻ്റെ ഓഫും എല്ലാം കൂടെ അങ്ങനെ അങ്ങ് പോയി. ഇത് ഞാൻ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു, തിരുവോണത്തിൻ്റെ ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റു, കുഞ്ഞുങ്ങളെ എല്ലാം ഒരുക്കി, അവരെ കുളിപ്പിച്ച് ഒരുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുന്ന സീനാണ്. സത്യത്തിൽ ഈ വട്ടത്തെ തിരുവോണം അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു വീക്കെൻഡ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേയോ പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമായിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ ഒരു ദിവസം കൂടെ ഓഫ് കിട്ടിയേനെ. ഇതിപ്പോൾ സൺഡേ ആയിപ്പോയി തിരുവോണം. അതുകൊണ്ട് നമ്മുടെ ഞായറാഴ്ചത്തെ ഓഫിൻ്റെ കൂടായിപ്പോയി എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയ ആൾ ഓടി വന്ന് അവന് സ്പ്രേ അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്ന സീനത്. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ. ഭയങ്കര അഡിക്റ്റാണ്. അടിച്ചു കൊടുക്കാൻ പറയും. എപ്പം കബോർഡ് തുറന്നു കഴിഞ്ഞാലും അവന് സ്പ്രേ വേണം. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പം ഞാൻ എല്ലാവരെയും ആദ്യമേ നേരത്തെ ഒരുക്കി താഴോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരുക്കിയതാണ്. ശരിക്കും ഓണത്തിന് വേണ്ടി ഒരുക്കമല്ല. രാവിലെ ഞാൻ അവന്മാരെ ഒന്ന് നല്ല ഫ്രഷായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ ഒരുക്കി. ഇതെൻ്റെ രണ്ടാമത്തവൻ, എൻ്റെ മൂത്ത ആൾ. അങ്ങനെ ഇവരെ ഒരുക്കി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പൂക്കൾ ഇച്ചിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവന്മാർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അത്തപ്പൂ ഇടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പൂക്കൾ കുറച്ച് ഒത്തിരി വിലയ്ക്കൊന്നുമല്ല, നമ്മളെക്കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള എമൗണ്ടിനുള്ള ചെറിയ ഒരു പൂക്കളം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് പൂക്കൾ വാങ്ങിച്ച് അതിൻ്റെ ഒരുക്കങ്ങളാണ്. കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിലിരുന്ന് അവന്മാരും എന്നെ ഹെൽപ്പ് ചെയ്തു. കുഞ്ഞുങ്ങൾ അതെല്ലാം സെപ്പറേറ്റ് ചെയ്യാനും എല്ലാം അവന്മാർ അത് എൻ്റെ കൂട്ടത്തിൽ ഇരുന്നെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു പൂക്കളം ഒരുക്കി. നമ്മളെയും കൊണ്ട് ഒത്തിരി വലിയ പൂക്കളമൊന്നുമല്ല, എന്നാൽ അവന്മാർക്കും ഒരു സന്തോഷമാകും, കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്രയും ചെയ്തത്. കുഞ്ഞുങ്ങളും വന്ന് എന്നെ അവന്മാരും അമ്മ ഞങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വന്ന് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ ഇലയും കൊണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. കാരണം നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ഇത് നമ്മൾ ഒത്തിരി വലിയ ഹാഷ് പൂഷല്ല, എന്നാൽ ചെറിയൊരു രീതിയിൽ അത്യാവശ്യം അവന്മാർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അത്തപ്പൂ ഇട്ടത്. അങ്ങനെ ദാണ്ട് എല്ലാവരെയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞാൻ മുണ്ടും ഒക്കെ ഉടുപ്പിച്ച് കുളിപ്പിച്ചെല്ലാം നല്ല രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇറക്കി. അവന്മാരെ ഫോട്ടോയ്ക്ക് പിടിച്ച് നിർത്തുക എന്ന് വലിയൊരു ചടങ്ങാണ് സത്യത്തിൽ. നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു വിധത്തിൽ എന്തായാലും 3 പേരെയും കൂടെ ഒരുക്കി പിടിച്ച് നിർത്തി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ, എന്താ ചെയ്യുക, എവിടെയും പോകാനുമില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണിത്. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 4 പേരൂടെ ഇറങ്ങി. ആദ്യത്തെ ആൾ മുന്നേ പോകുന്നുണ്ട്, രണ്ടാമത്തെ ആൾ പുറകിന്, കൊച്ചാളും എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയുണ്ട് 2 കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഒരാൾക്ക് 1.5 വയസ്സാകുന്നു, മറ്റേ ആൾ കൊച്ചു കുഞ്ഞാണ്, പൊടിക്കുഞ്ഞാണ്. മീൻസ് 1 മാസം ആയതേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരുടെ അവിടോട്ട് അവന്മാരെയും കൊണ്ട് ചുമ്മാ ഒന്ന് പോയി ഒരു റൗണ്ട് അടിക്കാനായിട്ട്. അങ്ങോട്ട് ചെന്നു. അപ്പം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ആ കാണുന്നതാണ് ആ വീട്ടിലെ മോനെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഒരു കൊച്ചു വാവയാണ്, കുഞ്ഞു വാവയാണ്. ഇവന്മാർക്ക് ഇത്രയും 4 ആൺപിള്ളേർക്ക് ഒരൊറ്റ പെങ്കൊച്ച്. അതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചു ബേബി ഗേൾ. എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇളയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ പോയി കാണുമ്പോൾ ഇവളുടെ കാല് നോക്കും. എന്നിട്ട് അമ്മ ബേബി കാല് ഷോളെന്ന് പറയും. ഭയങ്കര സന്തോഷമാണ്. അവളെ പോയി അവളുടെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞേച്ച് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി. കാരണം അപ്പോഴത്തേക്ക് തന്നെ ഒരു സമയമായി, ശരിക്കും ഒരു 2 മണി ടൈമായി.
നമ്മൾ ആ പൂക്കളമൊക്കെ ഇട്ട് ഇവന്മാരെ ഒരുക്കി ഞാനും സാരി ഉടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി. അപ്പോഴത്തേക്ക് ഇവനും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അവനും ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവനും എൻ്റെ കൂടെ ഇങ്ങ് അവന് വരണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് അവൻ ഓടി വന്ന് എൻ്റെ പുറകിന് അവനും വരുന്നു എന്നുള്ളത്. കാരണം ഇവൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഇവൻ കൊച്ചു കുഞ്ഞും എൻ്റെ അപ്പച്ചനോട് ഞങ്ങളുടെ വീട്ടിൽ വരും. ഒരു അവന് എപ്പോഴാണെങ്കിലും അവരുടെ വീടിൻ്റെ വെളിയിൽ ഗേറ്റിന് വെളിയിലോട്ട് ഇറങ്ങിയാൽ അവൻ കയ്യെ പിടിച്ചോണ്ട് ഇവന്മാരുടെ അടുത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. റെഹാൻ എന്നാ പേര് അവന്. അപ്പം അന്നേരം അങ്ങനെ വരുന്നതായതുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു. എന്തായാലും ചുരുക്കത്തിൽ ഓടി വന്ന് അവൻ്റെ അമ്മ വന്നിട്ട് അവനെ അങ്ങ് എടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഒരു യാത്രയൊക്കെ നടത്തി. ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എവിടെ പോകണം, വേറെ എവിടെ പോകാനും ഇല്ലാതാനും. അപ്പം പിന്നെ ചുമ്മാ അങ്ങനെ തിരിച്ച് വന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും കൂടെ. അപ്പം ദാണ്ടെ ഇവനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. സത്യത്തിൽ പൂക്കളമൊക്കെ ഇടാൻ വേണ്ടി അവനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഇത് അവൻ്റെ അച്ഛന് വേണ്ടി മീൻസ് ചോറ് വിളമ്പിയപ്പോൾ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സദ്യയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അധികം കൂട്ടാനോ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഉണ്ടാക്കിയാലും ഇവന്മാരൊട്ട് കഴിക്കത്തുമില്ല. ഇവന്മാർക്ക് കുറേ ചിക്കനും മീനും ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർ കഴിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു, സ്ട്രിക്ട്ലി ഞാൻ പറഞ്ഞു ഇന്ന് നോൺ വെജ് തരത്തില്ലാന്ന്. അപ്പം എന്താ വേണ്ടത്, അപ്പം കൂട്ടുന്ന കൂട്ടാനാണ് പപ്പടം. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പപ്പടമാണ്. ഒരു 3 അല്ലെ 4 അല്ലെ 5 എത്ര പപ്പടം കിട്ടിയാലും ആ പപ്പടം ചോറും കൂട്ടി കഴിക്കും. അങ്ങനെ അതുകൊണ്ട് കണ്ടില്ലേ, അങ്ങനെ മൂത്തവൻ കുറച്ചൊക്കെ സാധനങ്ങൾ കൂട്ടാനൊക്കെ അവൻ വിളമ്പി. ഉപ്പേരിയൊക്കെ അവനാണ് ഇലയിലെല്ലാം വെച്ചതും പപ്പടം എല്ലാവർക്കും കൊടുത്തതൊക്കെ. അങ്ങനെ അവന്മാർ അതുകൊണ്ട് ഞങ്ങൾ അവിയൽ, തോരന് ആ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എൻ്റെ മൂത്തവന് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ഇഞ്ചിക്കറി വെച്ച് കൊടുത്തു. അങ്ങനെ കൊച്ചവനും ഒരു ഇലയിട്ട് ഞങ്ങൾ ഇരുത്തിയെങ്കിലും അവന് ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ ഭയങ്കര മോശമായിട്ടായിരുന്നു. ഇത്രയും നേരം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അവനും ആകെപ്പാടെ ഒരു ഇറിറ്റേറ്റഡ് ആയിരുന്നു. ആ ഡ്രസ്സും എന്തോ അവൻ ഭയങ്കര. അപ്പം അന്നേരം അവൻ കഴിക്കാൻ കയറ്റി ഞാൻ ഇരുത്തി അവിടുത്തെ വന്ന് അവൻ ചാടി തുള്ളി അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. പപ്പ കുറേ അനുനയിക്കാനൊക്കെ നോക്കിയെങ്കിലും പക്ഷെ ആളതൊന്നും കൈക്കൊണ്ടില്ല. ആളവിടുന്ന് ഒരൊറ്റ ചാട്ടം ഇറങ്ങി പോയിട്ട് കുറച്ച് നേരം നിന്നുകൊണ്ട് എന്നോട് ദേഷ്യം പറയുക. ഇല്ല ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഞാൻ അധികം ഞാൻ പറഞ്ഞല്ലോ ഇവന്മാരെ ഒന്നും അവിടെ ഉപ്പേരി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിൻ്റെ മൂത്ത ആൾ അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞേച്ച് ചുമ്മാ ഞങ്ങളുടെ ഒരു ലയൺസ് ക്ലബ്ബുണ്ട്. മീൻസ് ലയൺസ് ക്ലബ്ബല്ല, ഞങ്ങളുടെ വാർഡിൻ്റെ ഒരു ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അവിടെ പോയി. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവന്മാരെ ഞാൻ ബേക്കറി, കാരണം ഇവന്മാർ പറഞ്ഞു ഞങ്ങളെ ബേക്കറി കൊണ്ടുപോകണം, ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ബേക്കറി പോയത്. ഒരു വൈകിട്ടോടാണ് ബേക്കറി പോയത്. ഒരു 4 മണി സമയമായി ഞങ്ങൾ ബേക്കറി പോയപ്പം. അവിടെ ചെന്ന് അവന്മാർക്ക് കാരണം നോൺ വെജ് ഇല്ലാതാണല്ലോ ഇത് കഴിച്ചത്. അപ്പോൾ അവന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വാർഡിൻ്റെ ഒരു ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് നേരം അവിടുത്തെ പരിപാടിയിലൊക്കെ അവന്മാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റിൽ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അതിന് പെർഫോം ചെയ്യാൻ നിന്ന നിപ്പാണ് ദാണ്ട് ഈ കാണുന്നത്. എന്തായാലും അന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി സത്യത്തിൽ. അങ്ങനെ ലാസ്റ്റിൽ അവന്മാർ കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിച്ചു കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു തിരുവോണ ദിവസം അങ്ങനെ അങ്ങ് തീർന്നു സത്യത്തിൽ. കുറച്ച് നേരമൊക്കെ അവന്മാർക്കും റിലാക്സ് ആയിരുന്നു സത്യത്തിൽ. കാരണം അവന്മാർക്ക് അവിടെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനകത്തും അവന്മാർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗിഫ്റ്റൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലാത്തിനകത്തും അവന്മാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ചുരുക്കത്തിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. തിരുവോണത്തിൻ്റെ ഒരു ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇതാണ് തിരുവോണ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ ചുരുക്കത്തിൽ രാത്രിയായി. പതിവ് പോലെ ഇനി നാളെ ഡ്യൂട്ടിക്ക് പോകണം. നാളെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ നമുക്ക് നാളെ പിന്നെയും ഡെയിലി റൂട്ടീനിലേക്ക് മാറണമല്ലോ. ഒരു ഓഫ് കിട്ടിയ ദിവസം അതങ്ങനെ അങ്ങ് പോയി തീർന്നു കിട്ടി.
ഒന്ന് കിടക്കാൻ പോലും ഒത്തില്ല സത്യത്തിൽ. ആകെപ്പാടെ ബിസിയായിരുന്നു. എന്തായാലും നല്ലൊരു ഓണം. എല്ലാവരും കാണണം, ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.